99% അധ്യാപകരുടെ ഭാഗത്ത് തന്നെയാണ് കുറ്റം എന്ന് പറയുന്നത്. ഹലോ ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഒരു +1 പഠിക്കുന്ന വിദ്യാർത്ഥി സ്വന്തം അധ്യാപകനെ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ തീർത്ത് കളയുമെന്ന് പറയുന്നു. ഇതിന്റെ പിന്നിൽ എന്താണ്? യഥാർത്ഥത്തിൽ ആരാണ് ഇതിൽ കുറ്റക്കാർ? അതൊക്കെ പറയുന്നതിന് മുൻപായി ഓൾറെഡി എല്ലാവരും ഈ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ സ്വഭാവം വീഡിയോ കടത്ത് തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ എടുത്തിട്ടേ സാറിന് പിന്നെ എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ ഉണ്ടോ? ഇതിൽ ഈ കുട്ടി ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒന്ന് ലേറ്റ് ആയിട്ട് വന്നു എന്നുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തേത് സ്കൂളിൽ വരുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തു എന്നുള്ള രണ്ട് കാര്യമാണ് ഈ വിദ്യാർത്ഥി ചെയ്തിട്ടുള്ളത് എന്നാണ്. ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥി അതിൽ പറയുന്നുണ്ട്, എന്നെ മെന്റലി ഹറാസ് ചെയ്തതിന്റെ പ്രൂഫ് വീഡിയോസ് ഉണ്ട് എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഇതിൽ അവൻ എന്ത് മെന്റൽ ഹറാസ് ആണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ ഒന്നെങ്കിൽ ആ ലേറ്റ് ആയിട്ട് വന്നപ്പോൾ ഈ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വേറെ എന്തോ കാര്യമായിട്ടുള്ള കാര്യമുണ്ട്, അതുകൊണ്ടായിരിക്കാം ആ വിദ്യാർത്ഥി അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകണമെങ്കിൽ ആ വിദ്യാർത്ഥി തന്നെ ആ കാര്യം എന്താണെന്ന് പുറത്ത് പറയേണ്ടി വരും. ഇനിയുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട്. മെയിൻ ആയിട്ട് സംഭവിച്ച തെറ്റ് എന്ന് പറയുന്നത് കുട്ടി ഇങ്ങനെ റിയാക്ട് ചെയ്ത ഒരു കാര്യം ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ പ്രിൻസിപ്പാൾ ഇതിന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അവരുടെ സൈഡിൽ നിന്നല്ല, അതായത് അധ്യാപകരുടെ സൈഡിൽ നിന്നല്ല ഈ കാര്യം വന്നിട്ടുള്ളത്, അവർ പാരന്റ്സിന് മാത്രമാണ് സെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു പാരന്റ്സ് അവരുടെ മക്കൾക്ക് നെഗറ്റീവായിട്ട് വരുന്ന ഒരു കാര്യം അത് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അതിന്റെ ആക്സസിബിലിറ്റി ഉള്ളത് അധ്യാപകർക്ക് മാത്രമാണ്. അത് ആ സൈഡിൽ നിന്ന് തന്നെയാണ് ലീക്ക് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കുട്ടി ഇങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കണ്ടെത്തുകയാണ് ഈ ടീച്ചേഴ്സ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ പാരന്റ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ആ ഒരു പ്രശ്നം കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാനാണ് ടീച്ചേഴ്സ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ടീച്ചേഴ്സ് ഇതുപോലത്തെ കാര്യങ്ങളല്ല ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു കുട്ടി ഇങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫാമിലി ഇഷ്യൂസ് ആവാം. ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിലിംസിന്റെ അല്ലെങ്കിൽ മൂവീസിന്റെ ഇൻഫ്ലുവൻസ് ആണ്. നമുക്ക് റീസെന്റ് തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതായിരുന്നു. ഒരു കുട്ടിയുടെ നാക്കഡ് ആയിട്ടുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ആ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് അതൊരു മൂവീസിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്ത ഒരു കാര്യമാണെന്നാണ് കുട്ടികൾ അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം മൂവീസ് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രഗ്സ് യൂസ് ആണ്. ഡ്രഗ് യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ബിഹേവിയറിൽ വലിയ മാറ്റങ്ങളും അഗ്രഷൻസ് ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വഴിയും നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആ പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഈ കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ 3 പ്രശ്നത്തിൽ ഏത് പ്രശ്നമായിരുന്നാലും ശരി, ആ പ്രശ്നം കണ്ടെത്തുകയും അവരെ നേർവഴിയിലേക്ക് നടത്തേണ്ടതുമാണ് ടീച്ചേഴ്സിന്റെ കർത്തവ്യം എന്ന് പറയുന്നത്. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി ആ പ്രശ്നം സോൾവ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ പാരന്റ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ ഇരുന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൊക്കെ അയച്ച് ആ കുട്ടിയുടെ സ്വഭാവം മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ വീഡിയോസ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മീഡിയാസിൽ ഈ ബ്ലർ ചെയ്യാതെ തന്നെ ഈ വിഷ്വൽസ് പോകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം അത് എത്രത്തോളം ആ കുട്ടിക്ക് ഇമ്പാക്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യം. കാരണം ജസ്റ്റ് ചുമ്മാ കാഷ്വൽ ആയിട്ട് ഒരു വ്യക്തി ആ കുട്ടിയെ ഇനി നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇത് ആ ഒരു കാര്യം ആ കണ്ണോട് കൊണ്ടാണ് ആ കുട്ടിയെ നോക്കുന്നത് എന്നാണ് ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും മാറാത്ത ഒരു കാര്യം തന്നെയാണ്. അത് കൗൺസിൽ ചെയ്തിട്ട് തന്നെ ആ കുട്ടിയെ മനസ്സിലാക്കി മാറ്റി എടുക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. കുട്ടി ഇപ്പോൾ മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കുട്ടിയെ ഒരിക്കലും അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഈ വിദ്യാർത്ഥി ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം മൊബൈൽ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന എല്ലാ സ്കൂളുകളിലും റൂൾസ് ഉള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലേറ്റ് ആയിട്ട് വന്നത് അല്ലെങ്കിൽ ഈ കുട്ടി ഇതേപോലെ ബിഹേവ് ചെയ്തത് അതൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് സോൾവ് ചെയ്യാൻ നോക്കണമായിരുന്നു. പക്ഷെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് വലിയൊരു ഇഷ്യൂ, അതായത് ആ സ്കൂളിൽ തന്നെ സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു. അതായത് ആ കുട്ടിയും ടീച്ചേഴ്സും പാരന്റ്സും തമ്മിൽ ചർച്ച ചെയ്തിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നം ഇപ്പോൾ കേരളം മുഴുവൻ ഒട്ടാകെ സംസാരിക്കുന്ന ഒരു വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് അധ്യാപകർ.
കാരണം അത് അവരിൽ നിന്ന് തന്നെയാണ് ലീക്ക് ആയിട്ടുണ്ടാവുക. കാരണം വേറെ ഒരു സോഴ്സിൽ നിന്നും അത് ലീക്കാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ 99% അധ്യാപകരുടെ ഭാഗത്ത് തന്നെയാണ് കുറ്റം എന്ന് പറയുന്നത്. എന്നാൽ ഈ വിദ്യാർത്ഥി ചെയ്തതും തെറ്റ് തന്നെയാണ്. അതിന് ഇതായിട്ട് ആ കുട്ടി ഇപ്പോൾ മാപ്പ് പറയാൻ തയ്യാറായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ന്യൂസസിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് കൂടുതലും നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. അതായത് അടിച്ചു വളർത്തായിട്ടാണ്, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തിയത് ശരിയാവായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അടിച്ചു വളർത്തുന്നതിനേക്കാളും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടിക്ക് എന്താണോ കുട്ടി ചെയ്ത തെറ്റ് അത് മനസ്സിലാക്കി കൊടുത്ത് സമാധാനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹത്തോടെ അവനക്ക് അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെ ചെയ്തതിനേക്കാളും നല്ലത് അങ്ങനെ ചെയ്യുന്നതായിരുന്നു. ഞാൻ പറഞ്ഞതുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യുക. ഇനി യോജിക്കുന്നില്ലെങ്കിൽ കാരണങ്ങൾ എന്താണെന്ന് കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.